ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് കറുകുറ്റി NH നിന്നും വെറും 3 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഒരു വീടാണ്. 8 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ അതിമനോഹരമായി സുന്ദരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ലക്ഷറി വീട് തന്നെയാണ് ഇത്. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് കറുകുറ്റി NH നിന്നും 3 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ സുന്ദരമായ ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും. ഈ വീടിന് മനോഹരമായ ഒരു ചുറ്റുമതിലും മുൻഭാഗത്തായി ക്ലാഡിംഗ് സ്റ്റോണുകൾ പതിപ്പിച്ച നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് മതിലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മതിലിന്റെ പില്ലറുകളിൽ 2 ലൈറ്റുകൾ പിടിപ്പിച്ച് അതിസുന്ദരമാക്കിയിട്ടുണ്ട്. മുൻഭാഗത്തായി ടാറിംഗ് റോഡ്, നല്ല വിശാലമായ 2 വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നു വരാൻ സാധിക്കുന്ന ഒരു ടാറിംഗ് റോഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വീടിന്റെ മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ മുറ്റം ടൈൽ പാകി ബ്ലാക്കും വൈറ്റും കലർന്ന കളറുകളിൽ ടൈൽ വിരിച്ച് അതിസുന്ദരമാക്കിയിട്ടുള്ള വീടിന്റെ മുൻവശമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വീടിന്റെ മുൻഭാഗത്തായി വലിയ ഒരു കവേർഡ് കാർപോർച്ച് കൊടുത്തിട്ടുണ്ട്. ഏതൊരു വലിയൊരു വാഹനത്തിനും ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ ഭാഗത്തായി 3-4 വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. വലിയ വലിപ്പമുള്ള വിശാലമായ ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് നമുക്കിവിടെ വീടിന്റെ മുൻഭാഗത്തായി കിട്ടുന്നത്. ഈ വീടിന് അതിമനോഹരമായ ഒരു പെയിന്റിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റും ബ്രൗണും കളറുകളിൽ കളർഫുള്ളാക്കിയിട്ടുള്ള ഒരു വലിയ മനോഹരമായ ഒരു ഫ്രണ്ട് എലിവേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നു. വീടിന്റെ മുൻഭാഗത്ത് നിറയെ LED ലൈറ്റുകൾ കൊടുത്ത് കളർഫുൾ ആക്കിയിട്ടുള്ളതാണ്. രാത്രി പ്രകാശിപ്പിക്കുമ്പോൾ അതിസുന്ദരമായ ഒരു കാഴ്ച തന്നെയായിരിക്കും നമുക്കിവിടെ കിട്ടുക. വീടിന്റെ മുൻഭാഗത്ത് ഇരുവശങ്ങളിലും ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സുന്ദര മനോഹരമായ വീട് വാസ്തുശാസ്ത്ര പ്രകാരമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പ്രവേശിക്കാം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ മുൻഭാഗത്ത് തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെയായി വലിയൊരു ലിവിംഗ് ഏരിയ നമുക്ക് കിട്ടുന്നു.
ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു ഷോക്കേസിന്റെ ഒരു ഏരിയ അവിടെ വെച്ചിട്ടുണ്ട്. സീലിംഗ് വർക്കുകൾ മനോഹരമായി ചെയ്ത് അതിനിടയിൽ LED ലൈറ്റുകൾ കൊടുത്ത് അതിസുന്ദരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിശാലമായ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കാം. ഇവിടെയാണ് ഡൈനിങ് ഏരിയയുടെ സ്ഥാനം. ഇവിടെയായി ഫാമിലി ലിവിംഗ് ഏരിയ, വളരെ വലുപ്പമുള്ള ഒരു ഫാമിലി ലിവിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു ഫാമിലി ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഫാമിലി ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ താഴ്ച നിലയിൽ ഒരു ലിവിംഗ് ഏരിയയും ഒരു വിശാലമായ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെയായി ഒരു ഡൈനിങ് ഏരിയയും ഇവിടെയായി ഒരു ഫാമിലി ലിവിംഗ് ഏരിയയും അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂടാതെ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കിച്ചണും ആണ് ഈ വീടിന്റെ താഴ്ച നിലയിലായിട്ടുള്ളത്. ഇവിടെയാണ് വിശാലമായ നല്ല വലുപ്പമുള്ള ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്, 1ാമത്തെ ബെഡ്റൂം. ഇവിടെയായി 3 പാളികളിലുള്ള ഒരു മനോഹരമായ വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ഈ ബെഡ്റൂമിന്റെ വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിന്റെ 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ അതിനോട് ഒപ്പം തന്നെ ഒരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട്. വാഷ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് റൂമും വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മനോഹരമായ കിച്ചൺ ഏരിയ ഇവിടെയാണ്. കിച്ചൺ ഏരിയയിൽ വാർഡ്രോബുകൾ ചെയ്ത് വളരെ മനോഹരമായ ഒരു സുന്ദരമായ ഒരു കിച്ചണാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചൺ ടോപ്പ് ഗ്രാനൈറ്റ് വിരിച്ച് L ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ടോപ്പിന് താഴെയായി വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. കിച്ചണിന് വെളിയിൽ പുറത്തേക്ക് വേണമെങ്കിൽ വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാവുന്നതും കവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ പ്രത്യേകം തിരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി സ്റ്റെയർ കേസിൽ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളതും സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് GI സ്ക്വയർ ട്യൂബിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അതിസുന്ദരമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ ഒരു അപ്പർ ലിവിംഗ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ഫ്രണ്ട് ഓപ്പൺ ബാൽക്കണിയും പിന്നിലേക്ക് ഒരു ഓപ്പൺ കവേർഡ് ചെയ്ത ഒരു ഓപ്പൺ ടെറസുമാണ് നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ നിലയിൽ കിട്ടുന്നത്. ഇതാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം. അതായത് ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂം. വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു വാഷ്റൂം കിട്ടുന്നു. വാഷ്റൂമിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ഏരിയയും വാർഡ്രോബ് എല്ലാം കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം. ഈ ബെഡ്റൂമിൽ 3 പാളികളുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ എല്ലാ വാഷ്റൂമുകളിലും
സെറ ഫിറ്റിങ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ മറ്റ് അടുത്ത പ്രദേശത്തുള്ള വീടുകളും റോഡും നമ്മുടെ വീടിന്റെ മുറ്റവും എല്ലാം നല്ല വൈബായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയാണ് വിശാലമായ കവേർഡ് ചെയ്ത ഒരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നത്. നല്ലൊരു ഗുഡ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ സുന്ദര മനോഹരമായ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ദൂരം. ഇവിടുന്ന് NH-ലേക്ക്, അതായത് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിന് തൊട്ട് അരികിൽ വരെ പോകുന്നതിന് വെറും 3 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇവിടെ നിന്ന് അങ്കമാലിക്കും ചാലക്കുടിക്കും കൊരട്ടിയിലേക്കും എല്ലാം അതിവേഗത്തിൽ 10 മിനിറ്റിൽ എത്തിച്ചേരാവുന്ന ദൂരമേ ഇവിടെ നിന്നുള്ളൂ. ഈ വീടിന്റെ പരിസരത്തായി മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു ഏരിയയിലും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്തുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.